പത്മഭൂഷൺ ഉൾപ്പെടെ ഏത് അവാർഡിനും അർഹനായ നടനാണ്. അദ്ദേഹത്തിനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഏറ്റവും നല്ല നടനുള്ള 8ാമത്തെ സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചത്. ഒരു കാലത്ത് നിരന്തരമായി അവാർഡുകൾ നേടിയിരുന്ന യേശുദാസ് തനിക്കിനി അവാർഡ് വേണ്ട എന്ന് പറഞ്ഞ് മാറി നിന്നതുപോലെ മമ്മൂട്ടിയും തനിക്കിനി സംസ്ഥാന അവാർഡുകൾ വേണ്ട എന്നൊരു നിലപാട് സ്വീകരിക്കേണ്ടതാണ്. കാരണം അഭിനയത്തിൻ്റെ കാര്യത്തിൽ മമ്മൂട്ടി മലയാളത്തിലെ പുതിയ താരങ്ങൾക്ക് ഒരു പാഠപുസ്തകമാണ്. കാരണം അദ്ദേഹം ആ പുതിയ താരങ്ങളോട്, ആസഫ് അലിയോടും ടൊവിനോയോടും ഒന്നും തന്നെ മത്സരിക്കാൻ പാടില്ല. അത് മമ്മൂട്ടിയുടെ ഒരു വലിപ്പത്തിന് ചേർന്ന നടപടിയല്ല. കേന്ദ്ര സർക്കാർ പത്മഭൂഷൺ നൽകുന്ന കാര്യത്തിൽ പോലും മമ്മൂട്ടിയെ നിരന്തരമായി അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ദേശീയ അവാർഡുകൾ അതിന് അദ്ദേഹം അർഹനാണെന്ന് ഇപ്പോഴത്തെ ജൂറി ചെയർമാൻ പറയുകയും ചെയ്തു. അപ്പോൾ മമ്മൂട്ടിക്ക് അവാർഡ് നൽകാത്തത് കൊണ്ട് ദേശീയ അവാർഡിൻ്റെ മഹിമയാണ് കുറഞ്ഞു പോകുന്നത് എന്നാണ് സംസ്ഥാന അവാർഡ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞത്. എന്തായാലും മമ്മൂട്ടിയെ പോലൊരു മഹാനടൻ പുതിയ തലമുറയുമായി മത്സരിക്കാതിരിക്കുന്നത് നമ്മുടെ മലയാള സിനിമയ്ക്ക് ഗുണകരമാകും എന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ തന്നെ ആസഫ് അലിയുടെ ചിത്രങ്ങൾ, രേഖാചിത്രവും കിഷ്കിന്ധാകാന്ഡവും അതുപോലെ ടൊവിനോയുടെ ചിത്രങ്ങളും എല്ലാം മുന്നിൽ വരികയും അവസാന നിമിഷം വരെയും മമ്മൂട്ടിയുമായി ഏറ്റവും നല്ല നടൻ്റെ കാര്യത്തിൽ അവർ മത്സരിക്കുകയും ചെയ്തു. ആരാധനയോടെ മമ്മൂട്ടിയെ അന്നും ഇന്നും നോക്കിക്കാണുന്ന നടന്മാരാണ് ആസഫ് അലിയും ടൊവിനോയും. അപ്പം അങ്ങനെയുള്ള ചെറുപ്പക്കാരുമായി, പുതിയ തലമുറയുമായി ഒരു മത്സരം ഒഴിവാക്കുമ്പോൾ മമ്മൂട്ടിയുടെ ഗ്രാഫ് താഴുകയല്ല, ആകാശത്തോളം ഉയരുകയാണ്. ഇതിന് ഒരു മറുവശവുമുണ്ട്. കാരണം യേശുദാസ് ഒരിക്കൽ തനിക്കിനി അവാർഡുകൾ വേണ്ടെന്ന് പറഞ്ഞ ആ തീരുമാനം തെറ്റായിപ്പോയി എന്ന് വർഷങ്ങൾക്ക് ശേഷം യേശുദാസ് പറയുകയുണ്ടായി. അങ്ങനെ നോക്കുമ്പോൾ മമ്മൂട്ടിയുടെ അഭിനയം, അതിനെ മറികടക്കാൻ പുതിയ തലമുറയ്ക്ക് കഴിയാതെ പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ബാധ്യത പുതിയ തലമുറയ്ക്കുണ്ട്. അപ്പോൾ മമ്മൂട്ടിയെ പോലൊരു മഹാനടൻ അവാർഡുകൾ വേണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതാണോ ശരി? അതേ പ്രായത്തെ പോലും അവഗണിച്ചുകൊണ്ട്, യുവത്വത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ജൈത്രയാത്ര ഇതുപോലെ തുടരുന്നതാണോ ശരി എന്ന ഒരു മറുവാദവുമുണ്ട്. യേശുദാസ് ഒരിക്കൽ വേണ്ടെന്ന് വെച്ച അവാർഡുകൾ പിന്നീട് അദ്ദേഹത്തിന് വേണം എന്ന് തോന്നുകയും അന്നെടുത്ത തൻ്റെ തീരുമാനം തെറ്റായിപ്പോയി എന്ന് അദ്ദേഹം പശ്ചാത്തപിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഇക്കാര്യത്തിലുള്ള തീരുമാനം മമ്മൂട്ടിയുടേത് മാത്രമാണ്. അതിൽ നാം പുറപ്പെടുവിക്കുന്ന അഭിപ്രായങ്ങൾക്ക് 2ാം സ്ഥാനം മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് പ്രായത്തെ പോലും അവഗണിച്ചുകൊണ്ട് മലയാള സിനിമയിൽ വൈകിയെത്തിയ ഈ മഹാനടൻ പുതിയ തലമുറയ്ക്ക് പോലും ഒരു വെല്ലുവിളിയായി ഇന്നും മുന്നേറുന്നത്? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.